പണ്ട് കാലത്ത് ഈ വയനാട്ടിൽ വസൂരി എന്നൊരു രോഗം ഉണ്ടായിരുന്നു. വസൂരി മലമ്പനി. ആ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ ജീവിക്കാറില്ല, മരിച്ചു പോകും. ഈ മലമ്പനി ഈ വയനാട്ടിൽ പണ്ടൊക്കെ ഈ മഞ്ഞും കോടമഞ്ഞായിരിക്കും. അതുപോലെ തന്നെ ഈ തോരാത്ത മഴയും, 6 മാസം മഴ തന്നെ, സൂര്യനെ കാണാറേ ഇല്ല. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് അനുഭവമുള്ളതാണ്. ഇപ്പോഴൊക്കെ കാലാവസ്ഥ മാറിപ്പോയി, എന്നാലും തണുപ്പ് തന്നെയാണ്. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. ഈ ഇടവപ്പാതിയാണ് തുടങ്ങിക്കഴിഞ്ഞാൽ, പിന്നെ ജൂൺ മാസമാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 6 മാസം പിന്നെ ഈ സൂര്യനെ കാണില്ല. അത്രയ്ക്കും രാവിലെയൊക്കെ മഞ്ഞും പിന്നെ ഉച്ച കഴിഞ്ഞാൽ മഴയും, അങ്ങനെ ഒരു തെറ്റാത്തൊരു നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. നല്ല കാലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. മഴക്കാലം അല്ലെങ്കിൽ മഴക്കാലം, വേനൽക്കാലം അധികമൊന്നുമില്ല. പിന്നെ 3 മാസം പിന്നെ മഞ്ഞുകാലമാണ്. അത് കഴിഞ്ഞ് ഒരു 3 മാസം മാത്രമേ പിന്നെ വെയിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ വസൂരി രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗീനെ പിന്നെ ആ സാധാരണ ഹോസ്പിറ്റലിൽ കടത്തൂല. സാധാരണ തൊഴിലാളികൾ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ കടത്തൂല, അഡ്മിറ്റ് ആക്കൂല. അവരെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ആശുപത്രിയിൽ നിന്ന് കുറച്ച് വിട്ട് ഒരു 1/2 കിലോമീറ്റർ കുറച്ച് വിട്ട് വേറൊരു കെട്ടിടം ഉണ്ടാവും. അവിടെ വേറെ ഒന്നുമില്ല. ഈ രോഗീനെ അവിടെ കൊണ്ടുപോയി വിടും. അവിടെ കൊണ്ട് ആക്കിയ തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് ആ രോഗിക്കും ഭക്ഷണമോ മരുന്നോ ഒന്നും അധികം എത്താറില്ല. 2 ആളെ ഏൽപ്പിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ അവർക്ക് കൃത്യമായി ഭക്ഷണം ഒന്നും പേടിയാണ്. പണ്ട് ഈ വസൂരി രോഗം വന്നു കഴിഞ്ഞാൽ ഇത് പകർന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പകരും. അങ്ങനെ ഒരു രാവിലെ ഒരു കുമ്പള കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും മേലൊക്കെ പൊന്തി, അങ്ങനെ ഇത് ആൾക്കാർക്ക് പേടിയാണ്, ഇത് പകർന്ന് പിടിക്കും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വസൂരി ഹോസ്പിറ്റലിൽ അങ്ങനെ ഞങ്ങൾ പറയാം. ഞങ്ങൾ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദൂരത്ത്. അപ്പോൾ അവിടേക്കാരും അധികം പോകാറുമില്ല. ഈ കൊണ്ടുപോയി ചെല്ലുന്ന ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവരടുത്ത് കത്തിക്കും. അങ്ങനെ അതിന് 2 ആൾക്കാർ എസ്റ്റേറിന്ന് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ അവർ കത്തിക്കുകയാണ് ചെയ്യുക. അല്ലാതെ അവർക്ക് വേറെ ഭക്ഷണം പ്രത്യേകിച്ചാണ് കൊണ്ടു കൊടുക്കുക. ഈ വീട്ടുകാരെന്തെങ്കിലും കൊടുത്തെങ്കിലായി. വീട്ടുകാർക്കും പേടിച്ചിട്ട് അങ്ങനെ അധികം കൊടുക്കലില്ല. അങ്ങനെ വെള്ളം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അങ്ങനെ മരിച്ച പോലാണ് മിക്കവാറും. പക്ഷേ ഇതിൽ ഒക്കെ വേറൊരു ഇതുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഈ വസൂരി രോഗം വന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആളുടെ കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ ചുരുക്കി പറയുന്നത്. ആ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഒരു 40-45 കാലഘട്ടത്തിലാണ്. അന്നൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ എസ്റ്റേറ്റ് ഭരിച്ചിരുന്നൊരു കാലമാണ്. എസ്റ്റേറ്റൊക്കെ അവരൊക്കെ കയ്യിൽ തന്നെ ആയിരുന്നു, ബ്രിട്ടീഷുകാർ കയ്യിൽ തന്നെ ആയിരുന്നു. അവരുടെ ഒരു അടിമത്ത ജോലി എടുപ്പിക്കുന്ന അവരുടെ കുറേ കങ്കാണിമാരും ഉണ്ടാവും, മേസ്ത്രിമാർ. അവരുടെ ഒരു ഭരണമാണ് മേസ്ത്രിമാരുടെ പണ്ടത്തെ അവരുടെ ഭരണമായിരുന്നു. അതായത് നമുക്ക് എന്ത് അസുഖം വന്നാലും നമ്മളെ പിടിച്ചു കൊണ്ടുപോയി നമ്മുടെ അസുഖം ഒന്നും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് അവരുടെ പണി തീരണം. അപ്പോൾ ഈ മേസ്ത്രിമാർ അടിച്ച് പണിയെടുപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. പനി പിടിച്ച് കിടക്കുകയാണെങ്കിലും അവരെ അടിച്ചു കൊണ്ടുപോയി അവരുടെ പണി എടുപ്പിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ വസൂരി ആശുപത്രീൻ്റെ അടുത്തേക്ക് ആരും പോകൂല പേടിച്ചിട്ട്. കാരണം അത് വെള്ളം കെട്ടാതൊക്കെ മരിച്ചു പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്ത്രീകളുടെ കരച്ചിലും ഇങ്ങനെ ഒരു തേങ്ങി കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് ആരും പോകൂല പേടിച്ചിട്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ വലിയൊരു മരമുണ്ട്. ആ മരത്തിന് പ്രത്യേകത, അത് സായിപ്പന്മാർ കൊണ്ടുവന്ന് വെച്ചൊരു മരമാണ്. അത് ഒരു കാറ്റാടി മരമാണ്. കാറ്റാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളതിന് ശബോക്ക് മരം എന്നാണ് പറയുക. ശബോക്ക്. അതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട് പോലത്തെ, പൂമുട്ട് പോലത്തെ സാധനത്തിൽ അതിലിങ്ങനെ സൂചി പോലെ കുറേ, അതിൻ്റെ ഇലകൾ അങ്ങനെയാണ്, പ്രത്യേകതയാണ്. ഈ സൂചികൾ പോലെ കുറേ ഇങ്ങനെ ഈ ടെന്നീസ് ബോളിൻ്റെ അങ്ങനെ തെറിച്ച് നിൽക്കും. സൂചി പോലെ മേലോട്ട് ഒരു 2-2.5 ഇഞ്ചോളം ഇങ്ങനെ, അതാണ് അതിൻ്റെ ഇല. അപ്പോൾ ഈ ഇലയിൽ കാറ്റ്, അതിങ്ങനെ വലിയ മരമായിരിക്കും. അപ്പോൾ ഈ ഇലയിൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ അത് ശൂളം വിളിക്കും പോലെ ഉണ്ടാവും. പിന്നെ ഒരു സ്ത്രീകൾ കരയും പോലത്തെ ഒരു സൗണ്ടാണ്. അത് വലിയ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂടുതൽ കേൾക്കും. ഇങ്ങനെ പണ്ടൊക്കെ ഞങ്ങൾ ഈളിയിടുകയെന്ന് അറിയാം. അങ്ങനത്തെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ ശരിക്കും സ്ത്രീ കരയുമ്പോൾ തന്നെ ഉണ്ടാവും. പിന്നെ അതിങ്ങനെ കുറഞ്ഞ് കാറ്റ് കുറയുമ്പോൾ കുറയും,
അപ്പോൾ ഈ ജനങ്ങളെ വിചാരം ഇത് ഈ വെള്ളം കിട്ടാതെ മരിച്ചുപോയ ആൾക്കാർ അവിടുന്ന് പിന്നെ രാത്രി കരയുന്നതാണ്. അങ്ങനെയൊക്കെ ഒരു പേടിയുള്ളൊരു പ്രേതവിശ്വാസികളുടെ ഒരു കാലഘട്ടമാണത്. അങ്ങനെ ഈ മരണത്തെ അതിജീവിച്ചൊരു ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാത്തുക്കുട്ടി പറഞ്ഞ ഒരാളായിരുന്നു. ആൾ നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു. അയാൾ ഈ കോഴിക്കോട് ആൾ ഈ നിലമ്പൂർ ഭാഗത്തുനിന്ന് നാട് വിട്ട് വന്നിട്ട് നമ്മളെ കോഴിക്കോട് ഒരു 15 വയസ്സിൽ വന്ന് കൂടിയതാണ്. അങ്ങനെ അയാൾ വന്നു കോഴിക്കോട് ഒരു ലോറി സ്റ്റാൻഡിൽ എത്തിപ്പെട്ടത്. അങ്ങനെ ലോറിയിൽ ക്ലീനറായിരുന്നു ഇയാൾ. അങ്ങനെ ഈ ക്ലിയർ പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടു, ഈ വയനാട്ടിൽ പോയ ഇഷ്ടം പോലെ പണി കിട്ടും, നല്ല പൈസ ഉണ്ട്, കുറേ ചായ എസ്റ്റേറ്റ് ഉണ്ട്, കാപ്പി എസ്റ്റേറ്റ് ഉണ്ട്, ഈ ഏലം എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും എസ്റ്റേറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും. എന്നും ജോലി, നാട്ടിൽ നിന്ന് അങ്ങനെ അധികം പണികളൊന്നും ഉണ്ടാവില്ല. ഈ തമ്പ്രക്കാരൻ വീട്ടിൽ അന്നത്തെ കാലത്ത് അധികം പണിയൊന്നും ഉണ്ടാവില്ല. ചെറിയ കൂലി എന്തെങ്കിലും കിട്ടുള്ളൂ. വയൽപ്പണി അധികം കൂടുതൽ, തെങ്ങ് കയറ്റം അങ്ങനത്തെ പണികൾ നാട്ടിൽ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ വയനാട്ടിൽ ഇങ്ങനെ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എല്ലാവരും വയനാട്ടിൽ കയറി വരുന്ന ഒരു കുടിയേറ്റ സമയമാണ് ആ സമയം. അപ്പോൾ ഈ ചാത്തക്കുട്ടി പറഞ്ഞ ആളും ഈ വണ്ടിപ്പണി എടുക്കുന്ന ഈ ലോറിയിൽ ക്ലീനറായിട്ട് പണിയെടുക്കുന്നതാണ്. അപ്പോൾ അയാളും കേട്ടു ഇങ്ങനെ വയനാട്ടിൽ നല്ലൊരു ഏതെങ്കിലും എസ്റ്റേറ്റ് പോയി പെട്ടെന്ന് ഇഷ്ടംപോലെ പണി ഉണ്ടാവും. അവന് ഈ ചാത്തക്കുട്ടി വന്നിട്ടുള്ളത് അയാളെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ടയും മുറൊക്കെ ഉണ്ടാക്കുന്ന ഒരു താഴ്ന്ന സമുദായക്കാരെ അങ്ങനെ ഉണ്ടാക്കല്, അങ്ങനെ ഉണ്ടാക്കും, പായ ഉണ്ടാക്കും. പിന്നെ അവരുടെ ചെറിയൊരു ഈ നാട്ടിൽ ഒടിയന്മാരൊക്കെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നാണ് ഈ ചാത്തക്കുട്ടി വന്നിട്ടുള്ളത്. ഇയാൾ ഇങ്ങനെ കോഴിക്കോട് ടൗണിലെത്തി, ഇങ്ങനെ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ലോറി പണി എടുത്ത് അങ്ങനെ നമുക്ക് ഇയാൾക്കൊരു ആഗ്രഹം ഇങ്ങനെ വയനാട്ടിലേക്കൊന്ന് പോയാലെന്താ, അവിടെ പോയി പണി ഉണ്ടെങ്കിൽ കുടുംബത്തേക്ക് പൈസ അയച്ചു കൊടുക്കാൻ എന്ന്. അപ്പോൾ ഇയാൾ അങ്ങനെ ഇവിടെ കോഴിക്കോട് വന്ന പിന്നെ അങ്ങനെ ആൾ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. കുറേ ദിവസമായി വന്നിട്ട്, കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ ചാത്തക്കുട്ടി ഇങ്ങനെ ഈ മനസ്സിലിങ്ങനെ ആഗ്രഹം വന്ന് ഇങ്ങനെ. അപ്പോൾ ഈ വയനാട്ടിലേക്ക് പണ്ടൊക്കെ ഒരു ബസ് മാത്രമേ ഓടുന്നുള്ളൂ. അത് ഈ കൽക്കരി കത്തിച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞു കേട്ടില്ല, അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ബസ് സർവീസ് മാത്രമേ അന്ന് വയനാട്ടിൽ ഉള്ളൂ. അത് രാവിലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേവാലയ്ക്ക് എത്തും, വൈത്തിരി മേപ്പാടി അങ്ങനെ ദേവാല തമിഴ്നാട് ആ അതിർത്തിയിലെത്തും. അങ്ങനെ ഒരു ട്രിപ്പ് അവിടുന്ന് ഇങ്ങോട്ട് പോരുള്ളൂ. പിറ്റത്തെ ദിവസം ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞത്. അതായത് ചുരം ഇറങ്ങി പോകുന്നത് ഒരു ദിവസം, അവിടുന്ന് ചുരം കയറി വരുന്നത് ദേവാലയ്ക്ക് ഒരു ദിവസം. അപ്പോൾ തന്നെ വൈകുന്നേരം 5:30 എന്നാണ് പറഞ്ഞു കേട്ട്. അങ്ങനെ ഈ ഇവിടുന്ന് രാവിലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് എത്തുമ്പോൾ തന്നെ അന്ന് വൈകുന്നേരം ആവും. അങ്ങനെ ഒരു ദിവസത്തെ യാത്രയാണ് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ അത് പണ്ടൊക്കെ കൽക്കരി ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ എൻജിൻ അങ്ങനെ വെള്ളം മാറ്റി അങ്ങനെ അവർ യാത്ര ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡീസൽ എൻജിൻ വന്നു. അങ്ങനെ ഇരിക്കെ ഈ ചാത്തക്കുട്ടി പണിയെടുക്കുന്ന ലോറിക്ക് വയനാട്ടിലൊരു ഓട്ടം കിട്ടി. ഈ എസ്റ്റേറ്റിലേക്ക് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിലേക്കൊരു മെഷീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ലോറിക്കൊരു ഓട്ടം കിട്ടി. അപ്പോൾ ചാത്തക്കുട്ടി എന്ത് ചെയ്തു, ഇത് തന്നെ തക്കം വിചാരിച്ചിട്ട് അയാളുടെ ഡ്രസ്സൊക്കെ എടുത്ത്, ഈ ഡ്രൈവർ കാണാതെ ഈ ഡ്രസ്സും അയാളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ചാക്കിലാക്കിയിട്ട് ഈ മെഷീൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടിയിൽ കയറ്റി വെച്ചു, ലോറിയിൽ കയറ്റി വെച്ചു. അങ്ങനെ ഡ്രൈവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവർ അങ്ങനെ ഈ എസ്റ്റേറ്റിലെത്തി കഴിഞ്ഞപ്പോൾ ഈ ചാത്തക്കുട്ടി എന്ത് ചെയ്തു, ഈ ഡ്രൈവർ കാണാതെ ഈ ചാക്ക് വേറെ സ്ഥലത്തേക്ക് ഇറക്കി വെച്ച് ഈ ചാത്തക്കുട്ടി അവിടെ നിന്ന് മുങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ലോറിക്കാരൻ ഇയാളെ കാണി തിരിച്ചു പോയി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഈ ചാത്തക്കുട്ടി എന്ത് ചെയ്ത്, അങ്ങനെ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു റൂം കിട്ടി. അന്നൊക്കെ ആര് വന്നാലും പണി കിട്ടും. കാരണം ഇവിടെയൊക്കെ ആൾക്കാർ വരാതെ വലിയ എസ്റ്റേറ്റുകൾ പണിക്കാളെ കിട്ടാതെ ഇങ്ങനെ ഇവിടെയും കൂലി കുറവ്. അതൊക്കെ ഇവിടെ വരുമ്പോഴേ അറിയുന്നുള്ളൂ. പറഞ്ഞു കേൾക്കുന്ന അങ്ങനെയല്ല. ഇത് ആളെ കൊണ്ടുവരാൻ വേണ്ടി പല കഥകളും അങ്ങനെ നാട്ടിൽ പറഞ്ഞ് ചരിപ്പിക്കണം. പക്ഷേ ഇവിടെ വരുമ്പോഴും അതേ കൂലിയുള്ളൂ. പക്ഷേ പണി ഉണ്ടാവും. പക്ഷേ ഈ മേസ്ത്രിമാരുടെ ഒരു ഭരണം, അവർക്കൊരു കമ്മീഷൻ വേറെ, അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പായിരുന്നു അന്ന്. അങ്ങനെ ചാത്തക്കുട്ടി ഇവിടെ പണിയും കിട്ടി. ഒരു പാടി റൂമിൽ ഒരു റൂമും കിട്ടി. അങ്ങനെ അവിടെ താമസമായി 1-2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇയാളപ്പം വേറെ ആരുമില്ല എന്നൊക്കെ മനസ്സിലായിട്ട് അങ്ങനെ ചാത്തക്കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു.
ചാത്തക്കുട്ടി നല്ല തടിയുള്ള ഒരാളാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. കറുത്ത് ഇരുണ്ട് നല്ലൊരു മസിലൊക്കെ ഉള്ളൊരു നല്ലൊരു നല്ല പൊക്കമുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നല്ല നല്ല സ്വഭാവമാണ്. നാട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അയാളെ കല്യാണത്തിന് ആ നാട്ടുകാരൊക്കെ കൂടി അങ്ങനെ അയാൾക്കൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അയാൾക്ക് 2 മക്കളുമായി. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിച്ചു പോയി. കുറച്ച് ഒരു അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരു മേലൊക്കെ ഒരു പൊന്തി അങ്ങനെ വസൂരി പിടിച്ചു. വസൂരി ഇങ്ങനെ പൊന്താൻ തുടങ്ങി, മുഖത്തൊക്കെ അങ്ങനെ പൊന്താൻ തുടങ്ങി. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഭാര്യൻ്റെ അമ്മയും എൻ്റെ കുട്ടികളുമാണ്. അങ്ങനെ ഈ ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കി, ഇത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലോ, വസൂരിയൊക്കെ ഉള്ള കാലമാണ്, അതൊന്ന് നിങ്ങളൊന്ന് പോയി നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ചാത്തക്കുട്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ വസൂരിയാണ്. അപ്പോൾ അവിടുത്തെ 2 അറ്റൻഡർമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചാത്തക്കുട്ടിനെ അവിടെ വസൂരി ഹോസ്പിറ്റലിൽ കൊണ്ടാകണം. ഇങ്ങനെ ചാത്തക്കുട്ടി വസൂരിയാണ്, അതുകൊണ്ട് ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല, പകരമുള്ളൂ, വേഗം ഇവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ചാത്തക്കുട്ടിനെ അങ്ങനെ അവിടെ കൊണ്ടാക്കി. ചാത്തക്കുട്ടി പിന്നെ ഈ നടക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് ഈ അറ്റൻഡർമാർ ഒപ്പം പോയി എന്നുള്ളൂ. അങ്ങനെ പോയി നോക്കുമ്പോൾ അങ്ങനെ ഞാൻ ആ ഗേറ്റ് തുറന്ന് അങ്ങനെ അകത്തേക്കാക്കി. അതുകൊണ്ട് കൊണ്ടുപോയി കിടത്തേണ്ട ആവശ്യമൊന്നും ഈ ചാത്തക്കുട്ടിക്കകത്ത്. അതിന് മാത്രം നല്ല ആരോഗ്യമുള്ള മനുഷ്യനെ നടന്ന് ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. ചാത്തക്കുട്ടിയെ ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ വലിയൊരു ബിൽഡിങ്ങാണത്. അങ്ങനെ ഒറ്റ വാതിലേ ഉള്ളൂ, ഒറ്റ വാതിലേ ഉള്ളൂ. ജനൽ സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ ആ ബിൽഡിങ്ങിന് ഒരു അടുക്കളയും ഒരു എല്ലാ വെള്ളം സെറ്റപ്പ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അവിടെ വെച്ചുണ്ടാക്കേണ്ട പാത്രങ്ങളും വീട്ടുകാരൊക്കെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ്. പിന്നെ ഈ ആശുപത്രിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഒരു വിറക് പേരുണ്ട്, ഒരു കുറച്ച് വിറക് അടുക്കി വെച്ചിട്ടുണ്ട് ഈ ശവം കത്തിക്കാനുള്ളതാണ്. അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു കുഴിയുണ്ട്. ഈ ശവം കുറച്ച് വിറകയിൽ അതിൻ്റെ അവിടെ ഇട്ടിട്ട് ആ കുഴിയിലിട്ടിട്ട് ഈ ശവം കൊണ്ടേ അതിന് മുകളിൽ വെച്ചിട്ട് ഈ കുറച്ചും കൂടി വിറകിട്ടിട്ട് അങ്ങനെ കത്തിക്കലാണ്. വേറെ ചടങ്ങുകളൊന്നും നടന്നില്ല അവിടെ. അതിനൊന്നും ആരും പോകില്ല. ഈ അറ്റൻഡർമാർ ചെയ്യുന്ന കർമ്മങ്ങളേ ഉള്ളൂ. കർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ച് വിറകുണ്ട് ഇഷ്ടം പോലെ. പിന്നെ അതിനുള്ള സാധനങ്ങൾ മണ്ണെണ്ണ, തീപ്പെട്ടി, അതൊക്കെ എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ചാത്തക്കുട്ടി പോയി നോക്കുമ്പോൾ പിന്നെ വാതിൽ തുറന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ചാത്തക്കുട്ടി എന്ത് ചെയ്ത് അകത്ത് പോയി നോക്കുമ്പോൾ ഈ ആ ഒരു 10 കട്ടിലുള്ളത് അങ്ങനെ വരിയായിട്ട് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. അവിടെ 10 കട്ടിലിൽ 2 ആളുണ്ട്. 2 ആളിൽ ഒരാൾ ചാത്തക്കുട്ടി പോയി നോക്കുമ്പോൾ ഒരാളിങ്ങനെ ഞരങ്ങുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു തുണ്ട് വസ്ത്രം പോലും ശരീരത്തിലില്ല. അതായത് വസ്ത്രം ധരിക്കാൻ പറ്റില്ല. ഈ വസൂരി വന്നു കഴിഞ്ഞാൽ പിന്നെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടും ഇത് ഈ വ്രണങ്ങളൊക്കെ പഴുത്ത് ഒലിച്ചിട്ട് പിന്നെ നാണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ എല്ലാം വസ്ത്രം ഊരി കളയലാണ്. ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ വസ്ത്രങ്ങൾ ഇല്ലാതെ കിടക്കുക. പിന്നെ കുറേ ഈ വേപ്പിൻ്റെ ഇല കുറഞ്ഞ് അതിലാണ് കിടക്കുക. അതൊക്കെ വേണമെങ്കിൽ സ്വന്തം ചെയ്ത് കൊള്ളുക. വേപ്പിൻ്റെ ഇലയൊക്കെ ആ ഗേറ്റിൻ്റെ അവിടെ തൂക്കിയിട്ടിട്ട് ഒരു കുടുംബക്കാരൊക്കെ പോകും, അല്ല അകത്തേക്കൊന്നും വരില്ല. ഭക്ഷണവും അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക, ഈ ഗേറ്റിൽ തൂക്കിയിടും. ഒരു സഞ്ചിയിൽ തന്നെ കൊണ്ടിട്ട് ഈ അരി അന്നൊക്കെയുള്ള ഭക്ഷണവും കുറച്ച് അരി സാധനങ്ങളും തീപ്പെട്ടി മണ്ണെണ്ണയൊക്കെ ഒരു സഞ്ചിയിലാക്കിയിട്ട് അവിടെ കൊണ്ട് ആ ഒരു വെക്കൽ തന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെ മസ്ജിദിലുള്ള ആൾക്കാർ മാത്രമേ ഇത് അങ്ങനെ പിന്നെ വെക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ ആ ഒറ്റ വെപ്പിൽ കഴിഞ്ഞു. പിന്നെ അവർ വരുമൊന്നുമില്ല. അതായത് വന്നു കഴിഞ്ഞാൽ അവർക്കും പേടിയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോകും. അങ്ങനത്തെ ഒരു ഭീതിയുള്ളൊരു രോഗമാണത്. ഒരു കട്ടിൽ ഒരാൾ കിടന്ന് ഞരങ്ങി കരയുന്നു. പിന്നെ 2ാമത്തെ കട്ടിൽ പോയി നോക്കുമ്പോൾ അത് ഒരു കുറച്ചും കൂടി വിട്ടായിരുന്നു. ഒരു 2-3 കട്ടിൽ വിട്ടായിരുന്നു അയാൾ കിടന്നിരുന്നത്. അത്ര 2 ആളല്ലേ ഉള്ളൂ. പോയി നോക്കുമ്പോൾ ഒരാൾ മരിച്ച് കിടക്കുകയാണ്. മരിച്ചിട്ട് 2 ദിവസമായിരിക്കുന്നു. പക്ഷേ ഇത് എടുത്ത് കത്തിക്കാൻ അറ്റൻഡർമാർ വന്നു. ഇവർ 2 മരിക്കട്ടേച്ച് കാത്തിരി നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു പണി കൂടെ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അറ്റൻഡർമാർ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പോവുകയുള്ളൂ. അങ്ങനെ അവരെ വേറെ ആരും നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കത്തിക്കും. അങ്ങനെയൊക്കെയാണ്. ഒരു വലിയ നിർബന്ധം വേറെ ആരും വന്ന് നോക്കാത്തതുകൊണ്ട് അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അത്രേ ഉള്ളൂ. നോക്കുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആളെ കണ്ടപ്പോൾ ചാത്തക്കുട്ടി ഞെട്ടിപ്പോയി. ഇതിപ്പോൾ അവിടെ അവർക്ക് അത്ര അസുഖം വന്നിട്ട് ആയിട്ടുമില്ല. പിന്നെ ഈ മണക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞെരങ്ങി കരയുന്ന ആൾ ഇങ്ങനെ ദയനീയമായിട്ട് ചാത്തക്കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ വിളിക്കുമ്പോൾ പോലെ കരയുന്നുണ്ട്. അപ്പോൾ ചാത്തക്കുട്ടി അടുത്ത് പോയി നോക്കി. അപ്പോൾ പറഞ്ഞു കുറച്ച് ഇങ്ങനെ വെള്ളം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ചാത്തക്കുട്ടി എന്ത് ചെയ്തു,
ഇങ്ങനെ അവിടെ അതിൻ്റെ ഒരു അടുക്കള ഉണ്ട്. അവർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ നല്ല ഒരു സാധനങ്ങളും പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊന്നും വെച്ചുണ്ടാക്കലില്ല. അങ്ങനെ രോഗിക്ക് പിന്നെ പറ്റൂല. അത്രയ്ക്ക് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ രോഗിക്ക് പിന്നെ ഒന്നിനും കഴിയില്ല. ആ 2 ദിവസം വെച്ചുണ്ടാക്കി കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ രോഗിക്ക് എണീക്കാൻ കഴിയില്ല. അത്രയ്ക്ക് അവശനായി പോകും. പിന്നെ അങ്ങനെ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുകയാണ് ആവുന്നത്. അങ്ങനെ ഈ ചാത്തുക്കുട്ടി അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം എടുത്തു. അങ്ങനെ ഒരു ചെറിയൊരു കപ്പിൽ വെള്ളം എടുത്ത് കൊണ്ട് അയാളെ വായിൽ ഒഴിച്ചു കൊടുത്തു. അയാളെല്ലാം കുടിച്ചു. ഈ വെള്ളം മതിയായില്ല. അപ്പോൾ പിന്നെയും വെള്ളം വേണമെന്നുള്ള തലയാട്ടിയപ്പോൾ ചാത്തുക്കുട്ടി എന്ത് ചെയ്ത് വേഗം പിന്നെയും അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പോയി തിരിച്ച് വന്നപ്പോൾ തന്നെ ഇയാൾ ആ വായി തുറന്ന പോലെ തന്നെ കണ്ണും തുറന്ന് അങ്ങനെ മരിച്ചുപോയി. അങ്ങനെ 2 ശവം അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ ചാത്തുക്കുട്ടിയാണെങ്കിൽ അന്ന് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ അറ്റൻഡർമാർ നോക്കുമ്പോൾ പിന്നെ കാണുന്നില്ല. അവർ പിന്നെ പിറ്റേ ദിവസമേ വരുള്ളൂ. ആരെങ്കിലും രോഗികൾ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ കത്തിക്കാൻ മാത്രം അത്ര അങ്ങനെ വരുള്ളൂ.